പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. അതെ, കാരണം പടം പടം വേറെ ലെവലാണ് കേട്ടോ. കാരണം മിഥുൻ മാനുവൽ നമ്മളെ ചതിച്ചിട്ടില്ല. മിഥുൻ മാനുവൽ പറഞ്ഞായിരുന്നു ഒരു 5-ാം പാതിര പ്രതീക്ഷകൾ ആരും തിയേറ്ററിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു 5-ാം പാതിര അല്ല ഇത് വേറൊരു ക്രൈം, എന്താ പറയുക, ഇമോഷണൽ ത്രില്ലർ എന്നൊക്കെ പറയാം. പക്ഷെ പടം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രാഫ് മേളിലോട്ട് അങ്ങ് പോവുക. പിന്നെ തീർച്ചയായിട്ടും, കാരണം മമ്മൂക്കാടെ ആ ഒരു പിന്നെ എന്താ പറയുക, മമ്മൂക്ക ഈ സിനിമയിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പോലാണല്ലോ ഹോസ്റ്റലർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇത്ര ഒരു ഹൈപ്പ് കിട്ടിയത്. തീർച്ചയായിട്ടും, കാരണം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ആടുപുലിയാട്ടം എന്ന സിനിമയ്ക്ക് ശേഷം ജയറാമിനൊരു ഹിറ്റ് സിനിമ കിട്ടിയിട്ടില്ല. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു ഗ്യാരണ്ടി പീസ്, ആ ബ്രാൻഡ് തന്നെയാണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. പടം എല്ലാ ഓഡിയൻസിനും, ഈവൻ ഫാമിലി ഓഡിയൻസിന് വരെ ത്രില്ലടിപ്പിച്ച് തിയേറ്ററിൽ ഇരുത്തുന്ന ഒരു കിഡിലൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡലാണ്. ടെർബോ നമ്മളിത് കണ്ടല്ലേ, ടെർബോ വേറെ ലെവലായിരിക്കും, അതൊക്കെ. പക്ഷെ ഇതിനകത്ത് ഒരു രക്ഷയില്ല കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു സീനൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തിയേറ്ററിനകത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഡയലോഗ് പോലും കേട്ടില്ല. അമ്മാര് കയ്യടിയായിരുന്നു അതിനകത്ത്, ഇളക്കി മറിച്ചു മമ്മൂക്ക. ജയറാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജയറാമും സൂപ്പറായിട്ടുണ്ട്. കാരണം ജയറാം ഒരു പിന്നെ എപ്പോഴും ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഒരാളാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ജയറാമിൻ്റെ ഓരോ സീനും അത് ആ ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ. മിഥുൻ മാനുവൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ജയറാമും പൊളിച്ചടിക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നമ്മൾ വേറൊരു വാവ് ഫാക്ടർ ആയിരുന്ന ഒരു സംഭവമാണ് മമ്മൂക്കയുടെ അപ്പിയറൻസ്. അത് സംശയമില്ലാത്ത സ്ക്രീൻ പ്രസൻസ് നല്ല രീതിയിൽ. അത് മാത്രമല്ല ഈ അവസാനത്തെ ഒരു ക്ലൈമാക്സ് രംഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നടത്തുമൊക്കെയുണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അടുത്തൊരു സംഭവം കൂടെ ഉണ്ട്, പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ല. ഹിൻ്റ് അല്ല, സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഡയറക്റ്റ് അതിനകത്ത് മേ ബി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളകത്ത് ഉണ്ടാവും. അതിനകത്ത് ഒരിക്കലും ഈ ക്യാമിയോ എന്ന് പറയേണ്ട കാര്യം വരില്ല. അതിനകത്ത് ഇനിയും ഉള്ള ഒരു പ്രസ് മീറ്റിലൊക്കെ മമ്മൂക്കയും ജയറാമുമായിട്ടും കൂടെ ഉള്ള പ്രസ് മീറ്റ് ആയിരിക്കും. നോ ഡൗട്ട്, അത് ഉറപ്പായിട്ടും ഒരു ലെവലിൽ അപ്പുറം എത്തിച്ചിട്ടുണ്ട്. കാരണം ജയറാമേട്ടൻ്റെ ആ ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, ജയറാമേട്ടൻ ഒരു ഫാമിലി മാൻ, അതിൽ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അദ്ദേഹത്തിന് പറ്റും തെളിയിച്ചൊരു സിനിമയാണ്. എക്സ്റ്റൻഡ് ക്യാമിയോ അല്ലെന്നേ, അത് ഫുൾ എനിക്കൊരു ഹാഫ് ആൻ അവർ കൂടുതൽ സ്പേസ് ഉണ്ട് അദ്ദേഹത്തിന്. 2.5 മണിക്കൂർ സിനിമയിൽ ഒരു 30-40 മിനിറ്റ് എടുത്തും സ്പേസ് ഉണ്ട് അദ്ദേഹത്തിന്. നോ ക്യാമിയോ എന്ന് പറയാനും പറ്റത്തില്ല. ഈ സിനിമയുടെ ഒരു ഭാഗമാണ് അദ്ദേഹം. മേ ബി അടുത്ത് ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ മുഖ്യ ഫസ്റ്റ് പാർട്ട് അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹമായിരിക്കും.